ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാലേ അത് തീരുമാനിച്ചു തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ വർഷം നിന്റെ മുഖത്ത് കുറേ പ്ലാസ്റ്ററുകൾ കാണേണ്ടി വരും. അയ്യോ പ്ലാസ്റ്ററേ ആരുടെ മുഖത്താ നമുക്ക് കാണാം. കൊച്ചേ എന്റെ ഒറ്റ പഞ്ചിനില്ലോ നീ. അയ്യടാ അന്നങ്ങ് വന്നേ, വാ വാ പഞ്ച് പിടിച്ചു നോക്കാം. വാ വാ. എനിക്ക് കുറച്ച് ജോലി ഉണ്ട് കൊച്ചേ, പോയേ. ഈ ചായ ഉണ്ടാക്കലാണോ എന്റെ ജോലി? ദേ തോക്കൊന്ന് മേടിച്ചിട്ടല്ലേ? വാ മാൻ കമോൺ, പഞ്ച് പിടിച്ചിട്ട് നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. ഇവിടെ തോക്കെന്ന് മേടിച്ചിട്ടാ അങ്ങ് ബോംബെയിലേ ധാരാസിംഗിനെ വരെ പഞ്ച് പിടിച്ച് തോൽപ്പിച്ചിട്ടുള്ളവളാ ഞാൻ ഈ ടീന. അങ്ങനെയാണെ വാടേ, ഡയലോഗ് മാത്രമേ ഉള്ളൂ. വാ. പിന്നെ ഒരു കാര്യമുണ്ട്, പഞ്ച് പിടിച്ചിട്ട് കൈക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ എന്നെ പറയാൻ നിൽക്കരുത്. നെവർ. കമോൺ. എന്നാ പിന്നെ ഒരു കൈ നോക്കാം. എന്നാ പിടിക്കാനറിയോ? പിന്നല്ല പിടി. ഈശ്വരാ, അടിപൊളി. വീണ്ടും തുടങ്ങി കീരിയും പാമ്പും യുദ്ധം, അതും അടുക്കളയില്. നിങ്ങൾക്ക് വേറെ പണിയില്ലേ? ചാരു നീ ഇതിലെ ഇടണ്ട, ഞാൻ ഇവിടെ കമർത്തി അടിച്ചിട്ടേ അടങ്ങൂ. മലർത്തി അടിച്ചിട്ടേ അടങ്ങൂ. അതെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ ഈ ചെയ്യണത് കയ്യിന് നല്ല പണി കിട്ടണ പരിപാടി. അതെ നോക്ക്, ലാസ്റ്റ് കൈ ഇങ്ങനെ തൂക്കി പിടിച്ചോണ്ട് പോകണാണ് നല്ല സുഖമൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെയാണെങ്കിലും ഇവളോട് വിടാൻ പറ. ആദ്യം നീ വിടാ. നീ വിട്, ഞാൻ വിടാം. ഇനി അതിന്റെ പേരിൽ തർക്കമൊന്നും വേണ്ട. ഒരു കാര്യം ഞാൻ ശരിയാക്കി. ഇപ്പൊ വിട്ടല്ല. രണ്ടിനും നാണൂല, തോത്തോലെ രണ്ടും വളർന്ന്. എന്തിനായിരുന്നു ഇപ്പോഴത്തെ ബഹളം? എന്തിനായിരുന്നു? അത് ഇവളുടെ അഹങ്കാരം തീർത്തു കൊടുക്കാൻ വേണ്ടി. നിനക്കോടെ അഹങ്കാരം? നിനക്കടി. അതെ, ഓക്കെ, രണ്ടുപേരും നല്ല അസൽ അഹങ്കാരികളാണ്. പോരെ, ഇനി അതിനൊരു തർക്കം വേണ്ട. ഓഹ് കഷ്ടം, രണ്ടിനെയും കൊണ്ട് ഇതൊക്കെ. പിടി കൊണ്ടോ ഇതും കഴിച്ച് രണ്ട് വഴിക്ക് പോകാൻ നോക്കും. ഇതെവിടെ എത്ര മിഠായി? എനിക്കിന്ന് ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ വർക്കായിരുന്നു. ഞാൻ അവിടെ പോയപ്പോ ഞാൻ നോക്കുമ്പോ ഒരു താരം നിറച്ച് മിഠായിരിക്കും. ഞാൻ അതിന് കുറച്ചിങ്ങനെ എടുത്തോണ്ട് വന്നു. അയ്യേനാ മോളെ, ഇത്രയും കൊച്ചിട്ടൊന്നും കഴിക്കണ്ടേ എന്റെ മിഠായി? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെ ഉദ്ദേശിച്ചാലും മോള് കഴിക്കണ്ട. അല്ലോ നോടി, നീ തന്നെ കഴിച്ചു. താങ്ക് യു. ചാരു, നീ ഇന്ന് നൈറ്റ് ഫ്രീ ആണോ? അയ്യേ, നീ എന്താ അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്? എടി ഇന്ന് നൈറ്റ് മൂവിക്ക് പോകാൻ വേണ്ടി എനിക്കാണെങ്കിൽ ക്ലബ്ബിൽ നിന്ന് മറ്റേ നമ്മുടെ മൂവി വൗച്ചർ കിട്ടിയിട്ടുണ്ട് ഫ്രീ ആയിട്ട്. നമുക്ക് ഏത് പടത്തിന് വേണമെങ്കിലും പോകാം. അങ്ങനല്ലേ? നീ വരുന്നുണ്ടോ? അല്ലെങ്കിൽ വൗച്ചർ എന്ന് പറഞ്ഞാ പൈസ ചെലവൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? എന്റെ പൊന്നെ ഇല്ല, ഫ്രീയാ. എന്നാ ഡബിൾ ഓക്കെ, ഞാൻ റെഡി. കുറെ നാളെ ഒരു സെറ്റ് ഒക്കെ കണ്ടിട്ട് ഞാൻ പോയി അടിച്ചു കൊടുക്കാം. സിനിമയ്ക്ക് പോകാം. അതെ, ചായ ഇട്ടിട്ടുണ്ട്, വേണോ? എനിക്കെങ്ങും വേണ്ട നിന്റെ ചായ. ഒന്നാമത്തെ മനുഷ്യന്റെ വേർത്ത് നശിച്ചായിരിക്കണം. പോയി ഞാൻ കുളിക്കട്ടെ.